യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66:2. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുക, എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞങ്ങൾ. ഇപ്പോൾ വചനം കേൾക്കുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടത് നമ്മൾ വേർഡ് ഓഫ് ഗോഡാണ്. അപ്പോൾ അത് കേൾക്കാതെ നമ്മളിപ്പോൾ സാക്ഷ്യങ്ങളൊക്കെ നല്ല കേട്ടോ, എനിക്ക് നമുക്ക് ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്, ഇപ്പോൾ ഇതെല്ലാം പറയാൻ പറ്റും, അത് ഫെയ്ത്തിന്. പക്ഷേ എപ്പോഴും നമ്മൾ അതിൻ്റെ പുറകെ ഓടരുത്. അത് സംഭവിച്ചോളൂ. നമ്മൾ വചനമാണ് കേൾക്കേണ്ടത്. അല്ല, ചെവി തുറന്ന് വചനം കേൾക്കുക, ഹൃദയം തുറന്ന് വചനം കേൾക്കുക. അപ്പോൾ അതിനാണ് നമുക്ക് വേണ്ടത്. അത് എസെക്കിയേലിൻ്റെ 3:10 പറയും, പ്രവാചകൻ നീ ചെവി തുറന്ന് വചനം കേൾക്കുകയും അത് ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക. അപ്പോൾ ഹൃദയം ചെവി തുറന്ന് വചനം കേൾക്കുക, കാരണം വചനമാണ് സത്യം, വചനം വിശ്വസം. അല്ല സാക്ഷ്യങ്ങളുടെ പുറകെ പോകരുത്. സാക്ഷ്യങ്ങളെ ലോകത്തിൽ മറ്റുള്ളവരൊക്കെ പറയും സാക്ഷ്യങ്ങളല്ല സത്യം, അതൊരു ദൈവം ഇടപെട്ട ഒരു കാര്യത്തെക്കുറിച്ച്. പക്ഷേ സത്യം എപ്പോഴും ദൈവം വേർഡ് ഓഫ് ഗോഡാണ്, വേർഡ് ഓഫ് ഗോഡാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരിക്കലും മാറിപ്പോകരുത്. യോഹന്നാൻ 17:17 പറഞ്ഞ പോലെ അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കും. ഇന്ന് യാക്കോബ് ലേഖനം 1-ാം അധ്യായം ധ്യാനിക്കണം. 1:19 വചനം പറയും, എൻ്റെ പ്രിയ സഹോദരരെ ഓർമ്മിക്കുവിൻ, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധയുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരുമായിരിക്കണം. കോപിക്കുന്നതിൽ മന്ദഗതിക്കാരാണ്. മനുഷ്യൻ്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. നീതിയുടെ ഭാവം ഞാനത് ചെയ്തില്ലെങ്കിൽ ശരിയാകത്തില്ല, ചിലപ്പോൾ നമ്മളൊക്കെ കോപിച്ചു പോകാറുണ്ട്. പക്ഷെ അത് പാടില്ലെന്നാണ് പറയുന്നത്. ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നു നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കും. ദൈവത്തിൻ്റെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കണം. അപ്പോൾ വിനയത്തോടെ സ്വീകരിക്കുക. അപ്പോൾ അടുത്ത് പറയുന്നത്, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കും. ഇപ്പോൾ വചനം കേട്ടാൽ മാത്രം പോരാ, പഠിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. വചനം നല്ലതാണ് നിങ്ങൾ പഠിക്കുന്നത്, പക്ഷേ വചനം പഠിക്കാൻ വേണ്ടിയുള്ളതല്ല, അത് പാലിക്കാനുള്ളത്. അപ്പോൾ വചനം പാലിക്കുക, വചനം അനുസരിച്ച് ജീവിക്കുക, വചനം അനുസരിച്ച് മുന്നോട്ട് പോവുക. വചനം കേൾക്കുകയും അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ്. അവൻ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു. യാക്കോബ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 24-25 വചനം, അവൻ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു. താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് അവൻ ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. കേട്ടത് മറക്കുന്നവനല്ല, പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തൻ്റെ പ്രവൃത്തികളിൽ അവൻ അനുഗ്രഹീതനായി തീരും. അടുത്ത വചനം യാക്കോബ് ലേഖനം 1:26-27 വചനം, താൻ ദൈവഭക്തനാണെന്നൊരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമാണ്. അപ്പോൾ അത് ദൈവഭക്തി വരുമ്പോൾ നമുക്കൊരു നാവിനൊരു നിയന്ത്രണം നമ്മളുണ്ടാകും. നമുക്ക് നിശബ്ദത, കുറ്റം പറച്ചിൽ, അല്ലെങ്കിൽ കോപം, ഇതൊക്കെ നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു ബലഹീനതകൾ. അപ്പോൾ അതെല്ലാം അതൊക്കെ കളഞ്ഞിട്ട് ആ വചനത്തിൽ വിശ്വസിക്കുകയും വചനം നമ്മൾ പറയുന്ന ആ റൂട്ടിൽ നമ്മൾ പോകാൻ തയ്യാറാകണം. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്. അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങൾ അവരുടെ സഹായത്തിനെത്തുക, ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. അപ്പോൾ വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വിശുദ്ധിക്ക് വേണ്ടി പറയും. അപ്പോൾ അവിടെ വചനം അനുസരിച്ചുള്ളൊരു വിശുദ്ധി വേണം. ലോകം പറയുന്ന പോലത്തെ വിശുദ്ധി, ദൈവം വചനം പറയുന്ന പോലെ നമ്മൾ വിശുദ്ധിയിലും കൃപയിലും നമ്മൾ ജീവിക്കാനായിട്ട് എപ്പോഴും നമ്മൾ തയ്യാറാകണം. പത്രോസ് ലേഖനത്തിൻ്റെ 1 പത്രോസിൻ്റെ 1:15 പത്രോസിലെ പറയും, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും. 1 പത്രോസിൻ്റെ 1:16 പറയും, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഞാൻ പരിശുദ്ധനായിരിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പരിശുദ്ധനായിരിക്കും നിങ്ങളും. അപ്പം പരിശുദ്ധനായിരുന്നാലേ നമുക്ക് ഈ മരണാനന്തര കർത്താവിൻ്റെ അടുത്ത് പോയി എത്താൻ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, ഇപ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, അപ്പോൾ ഇതിന് ശേഷം എന്ത് സംഭവിക്കും. അപ്പോൾ ആരാണ് ഇതിന് ശേഷം ഏറ്റവും കൂടുതൽ ആനന്ദിക്കും? ഇവരാണോ ഇപ്പോൾ ലോകത്ത് ഏറ്റവും പണവും സമ്പത്തും സ്വത്തും പയരും ഉള്ളവരാണോ ഈ മരണാനന്തരം സന്തോഷിക്കും? മരണാനന്തരം അവർ സന്തോഷിക്കില്ല, അവർക്ക് ദുഃഖമായിരിക്കും, ഭയങ്കര ദുഃഖവും പല്ലുകടിച്ചിൽ അല്ലേ, നിലവിളിയും പല്ലുകടിയൊക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് ആനന്ദത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുക, നമ്മൾ ആ പരിശുദ്ധിയിലേക്ക് പങ്കെടുക്കുക. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, ഞാനിപ്പോൾ ചെയ്യുന്നൊരു പ്രവൃത്തിയുടെ ഫലം എങ്ങനെയായിരിക്കും, എനിക്ക് മരണാനന്തരം എനിക്ക് വരാൻ പോകുന്നു, അതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് വചനം, ദൈവവചനം എന്ത് പറയുന്നു അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. 1 പത്രോസിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 22-25 സത്യത്തോടുള്ള വിധേയത്വം വഴി നിഷ്കപടമായ സഹോദര സ്നേഹത്തിനായി നിങ്ങളുടെ ആത്മാവ് പൗത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഹൃദയപൂർവകമായും ഗാഢമായും പരസ്പരം സ്നേഹിക്കും. നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്ന നശ്വരമായ ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ബീജത്തിൽ നിന്നാണ്, സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്നും. എന്നാൽ മനുഷ്യരെല്ലാം പുൽക്കൊടിക്ക് തുല്യരാണ്, അവരുടെ മഹിമ പുല്ലിന് തുല്യവും. ബൈബിൾ പറയണേ, മനുഷ്യരെല്ലാവരും
പുൽക്കൊടിക്ക് തുല്യമാണ്. അവരുടെ മഹിമ പുല്ലിൻ്റെ പൂവിന് തുല്യം. പുൽക്കൊടികൾ വാടി കരിയുന്നു, പൂക്കൾ കൊഴിഞ്ഞു. അത് ഈ ലോകത്തിൽ നമ്മൾ നേടുന്നൊന്നും നമുക്ക് കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. അതെല്ലാം കൊഴിഞ്ഞു ഇവിടെ തന്നെ കരിഞ്ഞ് തീർന്നു പോകുന്നു. എന്നാൽ കർത്താവിൻ്റെ വചനം നിത്യം നിലനിൽക്കുന്നു. ആ വചനം തന്നെയാണ് നിങ്ങളോട് പ്രസംഗിക്കപ്പെട്ട സുവിശേഷം. ഇപ്പോൾ ദൈവവചനത്തെ നമ്മൾ എത്രമാത്രം നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കാൻ തയ്യാറാകുന്നു, അത്രമാത്രം നമ്മുടെ ജീവിതം നമ്മൾ സുരക്ഷിതമാക്കുകയാണ്. നമ്മുടെ ജീവിതം സുരക്ഷിതമാകണമെങ്കിൽ നമ്മൾ ദൈവവചനത്തിൽ നിന്നും അടിപൊളി പോലും വ്യതിചലിക്കരുത്. അപ്പോൾ ആ വചനത്തോട് നമ്മൾ കൂടുതൽ വിശ്വസ്ത കാണിക്കുക. അപ്പോൾ അതിന് വിളിച്ചാൽ വിശുദ്ധി പാലിക്കുക എന്നുള്ള പ്രത്യേകത. യാക്കോബ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ഉം 11 വചനം. യാക്കോബ് 2-ാം അധ്യായത്തിൻ്റെ 10-11. ആരെങ്കിലും നിയമം മുഴുവൻ അനുസരിക്കുകയും ഒന്നിൽ മാത്രം വീഴ്ച വരുത്തുകയും ചെയ്താൽ അവൻ എല്ലാത്തിലും വീഴ്ച വരുത്തിയിരിക്കുന്നു. എന്നാൽ വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ തന്നെ കൊല്ലരുത് എന്നും കൽപ്പിച്ചിട്ടില്ലേ? നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല്ലുന്നെങ്കിലും നീ നിയമം ലംഘിക്കുന്നു. അപ്പോൾ ദൈവകൽപ്പനകളെ മുറുകെ പിടിക്കണം. അതിനുവേണ്ടി ജീവൻ ബലി കൊടുത്ത് നമ്മൾ കാണണം. ഇപ്പോൾ നമ്മളത് ചെയ്തേ പറ്റൂ. അപ്പോഴാണ് നമുക്കിതിന് ശേഷം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ എത്ര വിശുദ്ധി പാലിക്കാൻ പറ്റുമോ അത്രമാത്രം വിശുദ്ധി എന്നുള്ള പുണ്യം നമ്മൾ നേടിയെടുക്കാനായിട്ടുള്ള വലിയൊരു ശ്രമം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. പൗലോസ് കൊറിന്തോസിന് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വചനം, 9 മുതൽ 13 വരെയുള്ള വചനം വളരെ ഗൗരവമുള്ള വചനമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ വിശുദ്ധിയോട് ചേർത്ത് വെക്കണം. അപ്പോൾ എളിമയും വിശുദ്ധിയും ഉണ്ടെങ്കിലേ നമ്മളിൽ ആ ദൈവകൃപയ്ക്ക് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് പറ്റുള്ളൂ. നമുക്കൊരു ജ്ഞാനം കിട്ടുള്ളൂ. എളിമയും വിശുദ്ധിയും ആദ്യം തന്നെ ഈ ഒരു ആത്മീയ ജീവിതത്തിലേക്ക് വരുന്ന വ്യക്തിയിൽ ആദ്യം ഉണ്ടാകേണ്ട ദൈവവചനത്തെ വിശ്വസിക്കുക. അതാണ് എളിമയുണ്ടെങ്കിൽ വിശ്വസിക്കാൻ പറ്റുള്ളൂ. വിശ്വസിക്കുമ്പോൾ അത് പ്രവർത്തിക്കിലോട്ട് കൊണ്ട് അപ്പോൾ അനുദപിക്കുക. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകന്നു പോയതിനെ ഓർത്തുള്ള ഒരു അനുതാപം കണ്ണു എനിക്കുണ്ടാകണം. അപ്പം അങ്ങനെ പശ്ചാത്തപിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് എനിക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. രണ്ടാമതായിട്ട് അതിലേക്കൊരു ജീവിത വിശുദ്ധിയിലേക്ക് വരണം. വിശുദ്ധി എന്നുള്ള വലിയൊരു പുണ്യം ജീവിതത്തിൽ കൂട്ടിക്കൊണ്ടുവരിക. വിശുദ്ധിക്കെതിരായ ചിന്തകൾ എടുത്ത് കളയുക. വിശുദ്ധിക്കെതിരായ ഇന്ന് ഇന്ന് ലോകത്തിലെ ഡിവൈസുകളുടെ വിശുദ്ധീകരണം തന്നെ പ്രാർത്ഥിക്കണം. അപ്പോൾ ആ മേഖലയൊക്കെ നമ്മൾ മാറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സുഖങ്ങൾ വിശ്വാസം എല്ലാം ഇട്ടു തരിക. നമ്മളെ അങ്ങ് എല്ലാം സുഖിപ്പിക്കാൻ വേണ്ടിയുള്ള സകല സാഹചര്യങ്ങളും അങ്ങ് ഇട്ടു തരിക. നമ്മളങ്ങ് ഭയങ്കര അങ്ങ് പ്ലീസ് ചെയ്യിപ്പിക്കുകയാണ്. നമുക്കിഷ്ടമുള്ളതൊക്കെ എന്ന് വിശ്വാസം തന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തോന്നുന്നത് തന്നെ ഓടിക്കൂടി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരും. അപ്പം അങ്ങനെ കൊണ്ടുവന്ന് കാശ് അവൻ്റെ കയ്യിലാക്കാൻ വേണ്ടി ദൈവജനത്തെ മുഴുവൻ അവൻ്റെ കൈകളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള അവൻ്റെ ഒരു വലിയ ശ്രമത്തിലാണ് ഇപ്പോൾ. അപ്പോൾ അതിൽ നമ്മൾ മോചനം പ്രാപിച്ചു. കാരണം നമ്മൾ കാണേണ്ടത് ഇത് മേടിക്കാതിരുന്നാലേ എനിക്കിതിന് ശേഷം എനിക്ക് ഈശോയുടെ കൂടെ എനിക്ക് നിത്യതയിലുള്ള അവൻ്റെ പരിശുദ്ധിയിൽ പങ്കുചേർന്ന ആനന്ദത്തിലേക്ക് അതാണ് വചനം വിശ്വസിച്ചാൽ സംഭവിക്കുള്ളൂ. അതുകൊണ്ടാണല്ലോ ഈ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വചനത്തിൽ പ്രലോഭകൻ ഈശോയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ കല്ലുകളെ നീ അപ്പമാക്കാൻ പറയുക. അപ്പോൾ അവനൊരു അവസരം കൊടുക്കുകയാണ്. ഈശോ നീ ഇത് ചെയ്ത് നിനക്കുള്ള കഴിവ്, നിൻ്റെ കഴിവുണ്ടല്ലോ, അത് ഉപയോഗിച്ച് നീ ഇതൊക്കെ അപ്പമാക്ക്, നിനക്ക് എന്തും ഉണ്ടാക്കാം, നിനക്ക് എന്തും ചെയ്യാം. യു ക്യാൻ മേക്ക് എനിത്തിങ് ബിക്കോസ് യു ഹാവ് ദാറ്റ് ഗ്രേസ്. നിനക്ക് എന്തും സന്തോഷിക്കും, ഭക്ഷണം കഴിക്കുക. ഈശോ പറഞ്ഞ മനുഷ്യൻ ഇതിലല്ല മനുഷ്യൻ അപ്പം കൊണ്ടല്ല, ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ യഥാർത്ഥ ജീവിതം നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നിത്യജീവിതം നടത്തെങ്കിൽ ദൈവവചനം കേൾക്കാൻ അനുസരിക്കാൻ ആ വ്യക്തി തയ്യാറാകണം. അപ്പോൾ അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല. അപ്പോൾ അതുപോലെ അവന് മനസ്സിലായി ഈശോയെ പിടി കിട്ടുന്നില്ല. കാരണം ഈശോ വചനത്തിലാണ്, ഈശോ വചനമാണ്, ഈശോ വചനം മാത്രമേ സ്വീകരിക്കൂ. പിതാവായ ദൈവം ഈശോയോട് പറയുന്ന കാര്യം മാത്രമേ ഈശോ കേൾക്കുകയുള്ളൂ, അനുസരിക്കുകയുള്ളൂ എന്ന് സാത്താന് മനസ്സിലായി. അതുകൊണ്ടാണ് അവന് ഉടനെ ദൈവവചനം പറഞ്ഞുകൊണ്ട് പറയുക, ദേവാലയത്തിന് മുകളിൽ താഴോട്ട് ചാടുക. അപ്പോൾ അവിടെ ഈശോ പറയുകയാണ്, ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് കൂടി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെ പരീക്ഷിക്കാനൊന്നും പോകുന്നില്ല. അവിടെയും അതിൻ്റെ ആവശ്യമില്ല. ഈശോയ്ക്ക് മനസ്സിലായി ദേവാലയത്തിന് മുകളിൽ ചാടി ഇങ്ങനെ പ്രകടനം കാണിക്കുന്നു, വലിപ്പം കാണിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് ചാട്ടങ്ങൾ ചാടുന്ന കാലഘട്ടം. മനുഷ്യനും കാണിക്കും ഒരുപാട് ചാട്ടങ്ങൾ, അതാണല്ലോ എടുത്തിയാട്ടങ്ങളെല്ലാം തന്നെ അവനെന്തോ ആണെന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ അതെല്ലാം അവൻ്റെ അവനെ അനുസരിക്കുന്നു. ഇന്ന് ആളുകളെ ശ്രദ്ധിക്കണം. നമ്മൾ ഓരോരുത്തർ ആരെ അനുസരിക്കുന്നു? ലോകത്തുള്ളവർ ദൈവത്തിനെയോ ദൈവവചനത്തെയോ പരിശുദ്ധാത്മാവിനെയാണോ അനുസരിക്കുന്നത്, അത് ലോകത്തെയാണോ അനുസരിക്കുന്നത്? നമ്മളിപ്പോൾ ശ്രദ്ധിക്കണം. പിശാചിനെയാണോ അനുസരിക്കുന്നത്? ദൈവത്തെ അനുസരിക്കുന്നവരായിട്ട് മാറണം. അപ്പോൾ ഈ വചനത്തേക്ക് വരികയാണ് 1 കൊറിന്തോസിൻ്റെ 5-ാം അധ്യായം 9. വ്യഭിചാരികളുമായി സമ്പർക്കമരുതെന്ന് മറ്റൊരു ലേഖനത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ. ലോകത്തിലെ വ്യഭിചാരികളെയും അത്യാഗ്രഹികളെയും കള്ളന്മാരെയും വിഗ്രഹ ആരാധകരെയും ഒന്നടങ്കമല്ല ഞാൻ വിവക്ഷിച്ചത്. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ലോകത്തും തന്നെ പുറത്തു പോകേണ്ടി വരുമായിരുന്നു. പ്രത്യേക സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹ ആരാധകനോ പരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ലെന്നാണ് ഞാൻ എഴുതിയത്. അവന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലും അരുത്.
പൗലോസ് മാറി നിൽക്കാൻ പറയും. ഇത്രയും ആളുകളുടെയുമായുള്ള ബന്ധങ്ങൾ മുറിച്ച് കളഞ്ഞ് നിങ്ങൾ മാറി നിന്നാലേ നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾക്ക് ദൈവത്തിന് വിട്ടുകൊടുക്കാൻ പറ്റൂ, ദൈവത്തിന് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. എങ്കിലേ നിങ്ങൾക്ക് അതിൻ്റെ അതുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ ഈ സുഖങ്ങളുടെ ജഡത്തിൻ്റെയും ഒക്കെ സുഖങ്ങൾ, ഭക്ഷണം, മദ്യം, സെക്സ്, ലോകാരൂപി, ഇതിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടാകും. നിങ്ങൾ വലിയൊരു കണ്ണുനീരിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്ന് പറയുന്നുണ്ട്. കാരണം ചിലപ്പോൾ അത്തരം കൂട്ടായ്മകളിൽ പോയിരിക്കുക വഴി വലിയ തിന്മകളിലേക്കും പാപത്തിൻ്റെ പടുകുഴിയിലേക്കും നമ്മൾ വീണു പോകാൻ വളരെയധികം സാധ്യതയുണ്ട് എന്ന് പൗലോസ് പഠിപ്പിക്കുക. അതുകൊണ്ട് ആ തിന്മയുടെ അരൂപികൾ നമ്മൾ പിടികൂടും. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ ഈ 10 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്കറിയാം ഈ വിവാഹ വിരുന്നിനെ കുറിച്ചുള്ള വചനം. അപ്പോൾ യജമാനൻ തൻ്റെ മകൻ്റെ വിവാഹത്തിന് ആളുകളെ വിളിക്കുന്ന സംഭവമായി ബന്ധപ്പെടുന്നത്. അപ്പം ആദ്യം തന്നെ ആദ്യം തിരഞ്ഞെടുത്തവരെ വിളിച്ചപ്പോൾ അപ്പോൾ അവരോട് വീണ്ടും പോയി ആവശ്യപ്പെടുമ്പോൾ അവർക്ക് ഓരോരോ തിരക്ക് പറഞ്ഞവർ മാറുക. അപ്പോൾ ദൈവം ആകെ വിഷമിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഉടനെ ചെയ്യുന്ന കാര്യമുണ്ട്. അനന്തരം അവൻ ഭൃത്യന്മാരോട് വിവാഹ വിരുന്ന് തയ്യാറായിരിക്കുന്നു, എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരിക്കുന്നു. അതാണ് മത്തായി 22:8-9. അതിനാൽ നിങ്ങൾ വഴി കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെല്ലാം വിവാഹ വിരുന്ന് ക്ഷണിക്കുവിൻ. ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നശാല അതിഥികളെ കൊണ്ടു നിറഞ്ഞു. എല്ലാവരും വിളിച്ചുകൂട്ടി. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. വിവാഹ വസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഗ്യതയാണ്. വിവാഹത്തിൻ്റെ ഒരു അടിസ്ഥാന കാര്യമാണ് വിവാഹ വസ്ത്രം. അത് വിശുദ്ധിയാണത്, ഹോളിനെസ്സാണ്. ആ ഹോളിനെസ് ഇല്ലാതെ ഒരാളെ ധരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ ദുഷ്ടന്മാരെ ശിഷ്ടന്മാരെ എല്ലാം വിളിച്ചുകൊണ്ടും അവരെ കൊണ്ടുവന്നിട്ട് ഈ ഭൃത്യന്മാർ അവർക്കൊരു വസ്ത്രം കൊടുക്കുന്നുണ്ട്, വിശുദ്ധിയുടെ വസ്ത്രം കൊടുക്കുന്നുണ്ട്, ഹോളിനെസ്. അപ്പോൾ അതിനകത്തിരിക്കാനുള്ള യോഗ്യത നിൽക്കുന്ന അത് കൊടുക്കുക, ആ ഒരു വിവാഹ വസ്ത്രം. അതില്ലാതെ പറ്റത്തില്ല. പക്ഷേ ഇതിൽ എങ്ങനെ ഒരുവൻ ഈ വിവാഹ വസ്ത്രമില്ലാതെ, വിശുദ്ധിയില്ലാതെ അതിനകത്തിരിക്കുന്നു? രാജാവിനോട് ചോദിച്ചു, സ്നേഹിത, വിവാഹ വസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചത് എങ്ങനെ? അവനൊന്ന് മൗനം അവലംബിച്ചു. അവനത് മൗനം പറയാൻ കാര്യം എന്താണ്? ഒരുപക്ഷെ അവനും ഈ വിവാഹ വസ്ത്രം കൊണ്ടുവന്ന് ആരോ കൊടുത്തതാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഇതൊന്നും ഇല്ലാതെ എനിക്ക് അതുകൊണ്ട് ഈ പാപത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല. പല ബന്ധങ്ങളും തിന്മകളും ബന്ധങ്ങളും പാപത്തിൽ ഇതിൻ്റെ ഒന്നും കുഴപ്പമൊന്നുമില്ല, ഇതൊന്നും കുഴപ്പമില്ല, ഇതൊന്നൊക്കെ മതി എന്ന് കരുതും. അങ്ങനെ വരുന്നത്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ പോയാൽ മതി. എനിക്കപ്പം വിവാഹ വസ്ത്രത്തിൻ്റെ ആവശ്യമില്ല. വിശുദ്ധി എന്ന പോലും വേണ്ട എന്ന് പോലും ചിന്തിക്കുന്നൊരു ഒരു ആളുകൾ. അപ്പം അതാണ്. അപ്പം അവർ അതുമില്ലാതെ എനിക്ക് ഈ വിവാഹ വിരുന്നിൽ പങ്കുപറ്റാൻ ചേരാൻ പറ്റുമെന്ന് ആ വ്യക്തികൾ തെറ്റിദ്ധരിക്കുകയാണ്. അതാണ് പിശാച് കൊടുക്കുന്ന പ്രബോധനം. ഇതൊന്നില്ലേലും കുഴപ്പമൊന്നുമില്ല, നീ മാമോദിസ സ്വീകരിച്ചിട്ടുണ്ടല്ലോ, ഇതിന് കുഴപ്പമൊന്നും. അത് കാര്യം മാമോദിസ വെച്ച് വിളിയാണ്, തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുത്ത് മാമോദിസയിൽ കൊടുത്തൊരു സംഭവമാണ് വിവാഹ വസ്ത്രം, വിശുദ്ധി എന്ന പുണ്യത്തിൻ്റെ വസ്ത്രം. ആ വസ്ത്രത്തെ മലിനമാക്കി കളഞ്ഞു, അല്ലെങ്കിൽ ആ വസ്ത്രം കളഞ്ഞവൻ വിശുദ്ധി കളഞ്ഞിട്ടാണ് അവൻ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവിടെ ദൈവത്തിന് നിൽക്കാൻ പറ്റുന്നത്. വിശുദ്ധി വെച്ചാൽ ദൈവത്തുമായി, അപ്പോൾ ദൈവകൽപ്പനകൾ അനുസരിച്ചുള്ളൊരു ജീവിതം, ദൈവപ്രമാണങ്ങളോട് ചേർന്നുള്ള, ദൈവത്തിൽ വിശ്വസിച്ചുള്ള ജീവിതമാണത്. അതെല്ലാം ധാർമ്മികമായ ജീവിതത്തിലും വിശുദ്ധി പാലിക്കുന്ന വ്യവസ്ഥ. ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിൻ്റെ ശക്തി നിഗനിക്കുന്ന റോമാലേഖനത്തിൻ്റെ 8:12-13 പറഞ്ഞ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനെ നിഗനിക്കെങ്കിൽ മാത്രമേ നിങ്ങൾ ജീവിക്കൂ എന്ന് പറയുന്നത്. വിശുദ്ധി ഉണ്ടെങ്കിൽ ദൈവത്തെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധിയാണ് അവിടെ എല്ലാം പറഞ്ഞത് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇവിടെ വിവാഹ വസ്ത്രം എന്ന് പറയുന്നതും വിശുദ്ധി എന്ന പുണ്യമാണ്. ആ വിശുദ്ധി എന്ന പുണ്യം ഇല്ലാതെ തന്നെ ദൈവത്തെ അനുഭവിക്കാൻ പറ്റുമെന്ന് തെറ്റിദ്ധരിച്ചു കഴിഞ്ഞിരിക്കുന്ന സംഭവം. രാജാവ് അവനോട് ചോദിച്ചു, സ്നേഹിത, വിവാഹ വസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചത് എങ്ങനെ? അവൻ മൗനം അവലംബിച്ചു. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു, അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ തിരഞ്ഞെടുക്കപ്പെട്ടവർ. വിളിക്കപ്പെട്ടവർ നമുക്ക് ഇപ്പോൾ ജ്ഞാനസ്നാനത്തോടെ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. വിളിക്കപ്പെട്ടു. തിരഞ്ഞെടുക്കപ്പെടുന്നത് വിശുദ്ധിയുടെ, നമുക്ക് കിട്ടിയ മാമോദിസയിലൂടെ കിട്ടിയ പരിശുദ്ധ വസ്ത്രം, വിശുദ്ധ വസ്ത്രത്തെ നശിപ്പിച്ചിട്ട് വിശുദ്ധിയെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഇഷ്ടം കൊലപാതകവും മദ്യപാനവും വെറുപ്പും വൈരാഗ്യവും പകയും ധനമോഹവും അല്ലെങ്കിൽ വ്യഭിചാരവും സകല തിന്മകളും എടുത്തുകൊണ്ട് വരുമ്പോൾ നമ്മളവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് വിവാഹ വസ്ത്രം ധരിക്കാത്തൊരുവനായിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ചില വിശുദ്ധർ പറയാറുള്ളത്, ഈ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ അശുദ്ധൻ ഓടി മാറുന്നവ. കാരണം വസ്ത്രമില്ലാത്തതുകൊണ്ടാണ് ഓടി മാറും.
ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ അവൻ നഗ്നനാണ് നിങ്ങളപ്പോൾ ദൈവനൊരു വസ്ത്രം ഉടുപ്പിച്ചു. അപ്പോൾ ഈ വസ്ത്രമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥ, വിശുദ്ധിയില്ലാതെ ഒരാൾക്ക് അവിടെ നിൽക്കാൻ പറ്റും. അവൻ്റെ മ്ലേച്ഛ പാപങ്ങളാണ് അവനെ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്താൻ സാധ്യതയുള്ള തിന്മ. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാനസാന്തരത്തിൻ്റെയും ഒരു വിശുദ്ധീകരണത്തിൻ്റെയും ഒരു അത്യാവശ്യമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്, ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ അവിടെ വിവാഹ വസ്ത്രം ധരിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. വിശുദ്ധി എന്ന കവചം, വിശുദ്ധിയുടെ വസ്ത്രം കൊണ്ടുള്ള ആ ഒരു കവചം നമുക്ക് ആവശ്യം. അത് നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് നമ്മുടെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ മരണാനന്തരം നാം ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മുടെ നേരെ അതെങ്ങനെ തിരിച്ചു വരുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോ കാര്യം നമ്മൾ ചെയ്യും. നമ്മളെന്ത് പ്രവൃത്തി ചെയ്യുമ്പോൾ, വാക്കുകളായാലും പ്രവൃത്തിയായാലും എന്ത് ചെയ്യുമ്പോഴും മരണാനന്തരം അത് എനിക്കത് ഉപകാരപ്രദമാകുമോ, അത് എനിക്ക് ഉപദ്രവം വരുത്തുന്നൊന്നും ഞാൻ ചെയ്യരുത്. അപ്പം അതുകൊണ്ട് നമ്മൾ വിശുദ്ധിയെ നമ്മൾ മുറുകെ പിടിക്കാൻ തയ്യാറാകുക. ജ്ഞാനത്തിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 19 പറയും, വിശുദ്ധിയെ അജയ്യമായൊരു പരിചയമാക്കുമെന്ന് പറയും. അപ്പം പരിചയമാക്കിയാണ്. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നുണ്ട്, ജ്ഞാനം 6:10 പറയും, വിശുദ്ധമായ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരായിത്തീരും. അപ്പോൾ അവിടെ വിശുദ്ധിയെ ഒത്തിരിയേറെ ദൈവവചനം ഉയർത്തണം. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടത് ഹോളിനെസ്സാണ്, വേറൊന്നുമല്ല. അതുകൊണ്ടാണ് ഹോറബ് മലയുടെ മുകളിൽ കത്തുന്ന മുൾപ്പറപ്പിൽ ദൈവമായ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്ന സമയത്ത് മോശ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അങ്ങോട്ട് ഉറ്റുനോക്കാൻ പോലും ധൈര്യം വന്നില്ല എന്ന് പറയുമ്പോൾ ഉടനെ മുൾപ്പടർപ്പിൽ നിന്നുകൊണ്ട് ദൈവം മോശേന്ന് വിളിക്കുന്നുണ്ട്. ആദ്യം പറയുന്നത് നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അതുകൊണ്ട് ദൈവം നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, സ്വർഗം പരിശുദ്ധമാണ്. നിൻ്റെ കാലുകളിലെ ചെരുപ്പഴിച്ചു മാറ്റുക എന്ന് പറയുമ്പോൾ നിൻ്റെ കാലുകൾ ഒരുപാട് ലോകത്തിൻ്റെതായ അശുദ്ധി വന്നു കയറിയിട്ടുണ്ട്. ആ ചെരുപ്പുകളിൽ ഒരുപാട് ലോകത്തിൻ്റെ ബന്ധമുണ്ട്, ലോകവുമായിട്ട് ബന്ധത്തിലാണ്, ലോകത്തിൻ്റെ തിന്മയുണ്ട്. അത് കളയണമെന്ന് ലോകത്തിൻ്റെ കാഴ്ചപ്പാട്, ചെരുപ്പ്, ലോകം നൽകുന്ന പ്രൊട്ടക്ഷൻ, ലോകം നൽകുന്ന ഒരു പ്രൊട്ടക്ഷൻ, അത് കളയണമെന്ന്. അത് ലോകത്തിൽ നിന്നും പൊടിമാലിന്യങ്ങൾ നീ അതെടുത്ത് കളഞ്ഞാലേ നിനക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാനും ദൈവത്തിന് നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നിന്നെ ഇടപെടാനും പറ്റുകയുള്ളൂ. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് വിശുദ്ധി എന്ന പുണ്യത്തിന് നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കാനായിട്ട് നമ്മൾ ഇനിയുള്ള നാളുകളിൽ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രലോഭനങ്ങൾ അതിൻ്റെ മാക്സിമത്തിൽ ലോകത്തിൽ വളർന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. അതുകൊണ്ട് വിശുദ്ധി എന്ന പുണ്യത്തിന് നമ്മൾ നല്ല വില കൊടുത്ത് നമ്മൾ അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ എല്ലാ മേഖലയും കാണും. അതുകൊണ്ട് ലോകത്തിൽ പലരും പറയുന്ന വിശുദ്ധിയല്ല, ദൈവവചനം, പരിശുദ്ധാത്മാവിൻ്റെ വചനം പറയുന്ന വിശുദ്ധി നമ്മൾ നേടിയെടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കണം.